തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അവസാന ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് UDF-ഉം, പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം ഉണ്ടാക്കുമെന്ന് LDF-ഉം പറയുന്നു. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും, ഒരു വേവ് UDF-ന് അനുകൂലമായിട്ട് ഉണ്ട്. ജനങ്ങളിൽ കുറച്ചായില്ലേ, ഇനിയൊരു മാറ്റം വേണം, ഈ സ്ഥിതി പറ്റൂല എന്നുള്ള ഒരു ചിന്ത അത് നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വലിയ വ്യത്യാസം കഴിഞ്ഞ അല്ലെങ്കിൽ തന്നെ നഗരസഭ UDF-ന് കിട്ടുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എല്ലാ സ്ഥലത്തും UDF വിജയിക്കും എന്നുള്ള പ്രവർത്തകന്മാരുടെ ഒരു ആത്മവിശ്വാസം വളരെ കൂടിയ എല്ലാ ജില്ലകളിലും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഇന്നലെ ഞാൻ പ്രചരണത്തിന് പോയപ്പോൾ ജില്ലാ പഞ്ചായത്ത് തീർച്ചയായും UDF-ന് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വലിയ ഇൻഡിക്കേഷനാണ്. അങ്ങനെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഭരണം കിട്ടും എന്നുള്ള ആത്മവിശ്വാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിലെത്തും, ഒരു സംശയവും ഇല്ല. നല്ല മാറ്റമാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയമായി. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് ആകെ 3 ജില്ലാ പഞ്ചായത്തുള്ളൂ. ഇത്തവണ പകുതിയിലേറെ പിടിക്കാൻ കഴിയും. കാലാകാലങ്ങളിൽ UDF-ന് കിട്ടുന്ന ആ രീതിയിലേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യത്തെമാതിരിയുള്ള ഒരു പോർ ഷോ ഉണ്ടാവില്ല. ഈ പ്രാവശ്യം തീർച്ചയായും UDF-ന് പഴയ കാലത്ത് കിട്ടിയതുപോലെ മധ്യ തിരുവിതാംകൂറിൽ മുഴുവൻ കിട്ടും, മലബാറിൽ ഒരുപാട് ജില്ലകൾ കിട്ടും, അതുപോലെ തന്നെ കിട്ടാതെ പല ജില്ലകളും ഈ തവണ കിട്ടും. ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൻ്റെ വിഷയങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് കരുതുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിക്കഴിഞ്ഞു. ഈ വന്നു പോണ പല വിഷയങ്ങളും പോലെയല്ല, വരുമ്പോവും അതുപോലെയല്ല. ശബരിമലയിൽ ഉണ്ടായത് അത് നെഞ്ചിൽ തറച്ച ആണിയാണ്, നെഞ്ചിൽ തറച്ച വിഷയമാണ്. അതിന് പ്രതികരണം ഉണ്ടാവും. അത് ഭരണകർത്താക്കളിൽ നിന്ന് സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. കാവലേൽപ്പിച്ചവർ തന്നെ ഇങ്ങനെ കളവ് നടത്തുക എന്ന് പറയുമ്പോൾ അത് അസാധാരണമായ ഒരു സംഭവമാണ്. അത് മറ്റു കാര്യങ്ങളെപ്പോലെ അല്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല അടുത്ത തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. കാരണം ശബരിമല നമുക്കറിയാലോ, കേരളത്തിൻ്റെ പേരുമായി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ്സും പ്രശസ്തിയൊക്കെ കൂട്ടിയ മതേതര സെൻറ്ററാണത്. അതുപോലെ തന്നെ ഭക്തർ അങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ്. ഇത്ര മാതൃകാപരമായ ഒരു ദിവ്യസ്ഥലം, പുണ്യസ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ മതേതരത്വത്തിന് മാതൃകയായ വാവരും അയ്യപ്പനും എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു കളവ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ആഞ്ഞു തറച്ചിട്ടുണ്ട്. ഈ രാഹുലിൻ്റെ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം കൂടി എൻഡിഎഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? കാരണം എത്ര വലിച്ചു നീട്ടാൻ നോക്കിയാലും അതിനൊരു പരിധിയുണ്ട്. കഴിഞ്ഞ 3-4 മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്നുകൂടി തീ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു നീട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ടൊരു പരിധിയുണ്ട്. പിന്നെ കോൺഗ്രസ് നടപടിയെടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ. അത് വെച്ച് കോൺഗ്രസിനെ എങ്ങനെ പഴിക്കും? അത് വെച്ച് കോൺഗ്രസിനെ വല്ലാതെ കോർണർ ചെയ്യാനൊന്നും സാധിക്കില്ല. അതിൻ്റെ ഇമ്പാക്റ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ഥലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്കായിട്ട് പ്രചരണത്തിനുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നടത്തിയൊരു സാഹചര്യം. ഞാനത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ല. കാരണം അതിൻ്റെ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. കോൺഗ്രസ് നടപടിയെടുത്താൽ പിന്നെ അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒക്കെ പറയാൻ ഞാൻ ബാധ്യസ്ഥരല്ല. ഘടകകക്ഷികളൊക്കെ പിന്നെ മാറി മാറി അനുദിനം കമൻറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണത് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് സംബന്ധിച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് കോൺഗ്രസ് ഇട്ട് കഴിഞ്ഞതാണ്. കൂടുതൽ കമൻറ്റ് മറ്റൊരു ഘടകകക്ഷിയുടെ പ്രതിനിധിയിൽ നിന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതിൽ കൂടുതൽ പ്രതികരിക്കുന്നുമില്ല. ഓക്കെ, തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷ് പറഞ്ഞു, വെൽഫെയർ പാർട്ടിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ലീഗ് വർഗീയതയുടെ പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു അതിന് മറുപടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊടുത്തിട്ടുണ്ട്. വലിയ ബാനർ, വെൽഫെയർ പാർട്ടിയുടെ ബാനർ, അതിൻ്റെ താഴെ ഗോവിന്ദമാഷ് തന്നെ എന്ന് പ്രസംഗിക്കുന്നത്. വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഗോവിന്ദമാഷ് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബാനറുള്ള സ്റ്റേജിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ
ആയിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ തിരഞ്ഞെടുപ്പിൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത് പല പ്രദേശങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അത് യേശുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്രയും നാൾ അവർ സഖ്യം സ്ഥാപിച്ചിരുന്ന ഒരു പാർട്ടിയുമായി എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് റിസർച്ച് ചെയ്തു അത് വലിയ വിഷയമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. എങ്ങനെ ഭരിക്കും? കാരണം ഈ നാട്ടിൽ അവരുടെ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രസംഗം ഓടുന്നുണ്ട്, ബാനർ ഓടുന്നുണ്ട്, അവർ വോട്ട് വയ്ക്കുന്നത് ഓടുന്നുണ്ട്, ഒന്നിച്ച് ജാഥ നടത്തുന്നത് ഓടുന്നുണ്ട്. ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇവരിങ്ങനെ തിരിഞ്ഞു നിന്ന് ഇപ്പോൾ വലിയ ഒരു പ്രസംഗം നടത്തിയാൽ, പരിശുദ്ധതയുടെ ഒരു പ്രസംഗം നടത്തിയാൽ അത് യേശോ? അതുകൊണ്ടാണ് അത് ഏശാതെ പോയത്. അത് പോയി. ഇനി അത് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാവുമെന്ന് LDF നേതാക്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു റോളുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തലായി പ്രതിപക്ഷം കാണുന്നു. ഒരു വിരോധവും ഇല്ല. വിലയിരുത്തലായിക്കോട്ടെ, സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് UDF ജയിക്കും. UDF ജയിച്ചാൽ അത് UDFൻ്റെ ശക്തിയുടെ ഒരു നല്ല വിലയിരുത്തലാവും. ജയം ഉറപ്പാണ്. അപ്പോൾ വിലയിരുത്താനൊന്നുമില്ല, ഇലക്ഷൻ്റെ മുമ്പ് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ അനുദിനം പ്രതികരിക്കേണ്ട ആവശ്യമുള്ള ഒരു വിഷയമല്ല ഒരു ഘടകകക്ഷി പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ അയിമത്തന്നെ കൂടി എന്നോട് ദുരിതരാ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു നേരത്തെ പറഞ്ഞല്ലോ.